ഇനി നമുക്ക് പത്രങ്ങളിൽ എന്താണ് ഞായറാഴ്ചയായിട്ടുള്ള പ്രധാന വാർത്തകൾ എന്നൊന്ന് നോക്കാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്റ്റുഡിയോയിൽ നിന്ന്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. പേരാമംഗലത്ത് നിന്ന് തൃശൂരിലെ തെച്ചിക്കോട്ടുകാവിൽ നിന്നുള്ള ശുഭദിനം ആശംസിക്കുകയാണ്. എന്തൊക്കെയാണ് പത്രവിശേഷം പത്രം 18-ൽ? ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള, അശ്വതി. ഏതായാലും ഇന്നത്തെ പത്രങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകളുണ്ട്. ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ വാർത്തകളാൽ സമൃദ്ധമാണ് നമ്മുടെ പത്രങ്ങളെല്ലാം. നമുക്ക് ആദ്യം പത്രം 18-ൽ മനോരമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം. കാരണം മനോരമ, നമുക്കറിയാം, ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള വലിയ പ്രതിസന്ധി, ഈ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഏറെ ദയനീയമാണ്. ഈ വരുന്ന മാർച്ചിൽ അത് കുറച്ചുകൂടി ദയനീയമാകും എന്നുള്ളതാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. മുഖ്യ പേജിൽ VR പ്രതാപിന്റെ പ്രധാനപ്പെട്ട വാർത്ത, അസാധാരണ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം, കഠിനം മാർച്ച് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. 25,000 കോടി വർഷാന്ത്യ ചെലവിന് വേണം, പക്ഷേ 10,000-ൽ താഴെ മാത്രമായിരിക്കും സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. പദ്ധതി വിഹിതത്തിൽ 35% വരെ വെട്ടിക്കുറക്കാനുള്ള സാധ്യത മനോരമ മുന്നിൽ കാണുന്നു. അത് കടമെടുക്കാൻ കഴിയുന്ന പരിധി കേന്ദ്രം കുറച്ചതോടെ കുറച്ചുകൂടി പ്രതിസന്ധി സംസ്ഥാനത്തിന് കൂടുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മനോരമ മുഖ്യ പേജിൽ നൽകുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം, തുർക്കിയിലും സിറിയയിലും സംഭവിച്ച വലിയ ഭൂകമ്പം, അതിൽ ഏതാണ്ട് 25,000-ന് മുകളിൽ ആളുകൾ മരിച്ചു. ഇന്ത്യയുടെ 8ാമത് വിമാനം തുർക്കിയിലെത്തിയ വാർത്ത, രക്ഷാദൌത്യവുമായി എത്തിയ വാർത്തയൊക്കെ നമ്മൾ ഇന്ന് കണ്ടു. ഇവിടെ 70-കാരി മരണം മുന്നിൽ കണ്ടു കിടന്നത് 5 ദിവസത്തിന് ശേഷം, അതായത് കഹറ മൻറാഷിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മരണത്തെ മുഖാമുഖം കിടന്നു കണ്ട മെനസ്ക തബാക് എന്ന 70-കാരിയെ രക്ഷാപ്രവർത്തകർ പുറത്തെത്തിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മനോരമ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ലോകം ഇപ്പോഴുമുണ്ടോ എന്നായിരുന്നു അവരുടെ പുറത്തു വന്നപ്പോഴുള്ള ചോദ്യം. അതായത് 5 ദിവസം ഇവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കഴിയുകയായിരുന്നു. ഈ 70-കാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വിവരവും പങ്കുവെക്കുന്നു. മറ്റൊന്ന്, ഈ ഇ പി ജയരാജൻ പോര്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അന്വേഷണ കമ്മീഷൻ അടക്കം നിയമിച്ചു എന്ന വാർത്തകളുണ്ട്. പക്ഷേ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇതിൽ പറഞ്ഞതിലുറച്ച് PJ, പിരിമുറുക്കത്തിൽ CPM എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മനോരമ നൽകുന്നു. വേട്ടയാടൽ തുടർന്നാൽ, പാർട്ടിക്കുള്ളിലെ വേട്ടയാടൽ തുടർന്നാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും എന്ന പി ജയരാജൻ നിലപാട് അത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മനോരമയുടെ ഈ വാർത്ത. ഭയമില്ല, പോറലേൽക്കില്ല, തനിക്ക് മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി ജയരാജൻ അത്തരത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യവും മനോരമ വളരെ പ്രാധാന്യത്തോടെ 2ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മാതൃഭൂമിയിലേക്ക് പോയാൽ, മാതൃഭൂമിയിൽ നമുക്കറിയാം സംസ്ഥാനത്തുണ്ടാകുന്ന വാഹനാപകടങ്ങൾ, കഴിഞ്ഞ 6 വർഷത്തെ മരണസംഖ്യ 23,512 എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. അതായത് റോഡിൽ പൊലിഞ്ഞത് 23,512 ജീവനുകൾ എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് മാതൃഭൂമി നൽകിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് എവിടെയാണ്, ആർക്കാണ് പിഴയ്ക്കുന്നത്, റോഡ് സുരക്ഷ, അശാസ്ത്രീയമായ പരിശീലനം, അലക്ഷ്യമായ ഡ്രൈവിംഗ്, ഒപ്പം റോഡ് സുരക്ഷാ പരിശോധനയിലെ കുറവ് എന്നിവയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വളരെ കൃത്യമായി തന്നെ ആ റിപ്പോർട്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിലെ ഉൾപേജിലെ മറ്റൊരു രസകരമായ വാർത്ത മാലൈ മഹാദേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാതായതോടെ ക്ഷേത്രത്തിലേക്ക് പദയാത്ര നടത്താൻ ഒരുങ്ങുന്നു കർണാടകത്തിലെ ഒരു സംഘം യുവാക്കൾ എന്നുള്ളതാണ്. ഒരു സംഘടനയുടെ കീഴിലാണ് അവർ പദയാത്ര, ബ്രഹ്മചാരി പദയാത്ര എന്നിവയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ഏതാണ്ട് 200ഓളം ചെറുപ്പക്കാർ ഈ പദയാത്രയുടെ ഭാഗമാകുന്നു. ഇവർക്ക് ഭക്ഷണവും താമസവും മറ്റും ഈ സംഘടന സൗജന്യമായി നൽകുന്നുണ്ട്. കാരണം അവിടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പെൺഭ്രൂണഹത്യയ്ക്കൊക്കെ ഏറെ കേൾവി കേട്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് പെൺകുട്ടികളെ അവർ കിട്ടാനില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. നമുക്ക് കേരള കൗമുദിയിലേക്ക് പോയാൽ, പ്രീത ടീച്ചറിനെ കുറിച്ചുള്ള സ്പെഷ്യൽ സ്റ്റോറി, അത് പറഞ്ഞിരിക്കുന്ന കാട് കയറി നായ്ക്കൾ താവളമാക്കിയ വലിയശാല ഗവൺമെൻറ് LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ് പ്രീത ടീച്ചർ. ടീച്ചർ അന്ന് ആദ്യം അവരിവിടെ എത്തുമ്പോൾ 7 കുട്ടികൾ മാത്രമായിരുന്നു. ഇന്ന് 73 കുട്ടികളായി ഈ സ്കൂളിൻ്റെ വളർച്ച ഉണ്ടായിരിക്കുന്നു. അതിൽ പൂർണ്ണ ക്രെഡിറ്റ് ഹെഡ് മിസ്ട്രസ്സായ പ്രീത ടീച്ചറാണ്. അവർ കുട്ടികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമടക്കമാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കേരള കൗമുദിയുടെ മറ്റൊരു പ്രധാന വാർത്ത, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോന്നി താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ വിനോദയാത്ര, അവിടെ CPM CPI തർക്കമായി ഈ വിഷയം മാറിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ അത് വലിയ രാഷ്ട്രീയ പോരിന്. പത്രവാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും തിരികെ എത്താം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃശൂർ